നമസ്കാരം. തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ PSC നിയമനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെ സംസ്ഥാനത്ത് വീണ്ടും പിൻവാതിൽ നിയമനങ്ങൾ തകൃതി. വിജ്ഞാപനം പോലും പുറപ്പെടുവിക്കാതെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മാത്രം നിയമിക്കപ്പെട്ടത് 186 പേർ. ഇവരിൽ 135 പേർ ദുരന്തങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും മറവിൽ വിവിധ തസ്തികകളിൽ സുരക്ഷിതരായി തുടരുന്നു. PSCയുടെ പരിധിയിലല്ലാത്ത നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയാകണമെന്ന നിബന്ധന കാറ്റിൽ പറത്തിയാണ് പിൻവാതിൽ താൽക്കാലിക നിയമനങ്ങൾ. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ ഈ സാമ്പത്തിക വർഷം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴയായി 13 കോടി രൂപയുടെ എക്കാലത്തെയും ഉയർന്ന വരുമാനം നേടിയതായി തിരുവനന്തപുരം ഡിവിഷനിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലയാൽ പറഞ്ഞു. ടിക്കറ്റ് രഹിത യാത്രയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ മികച്ച ഫലം നൽകിയതായി തൈക്കാട് ഡിവിഷണൽ റെയിൽവേ ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ DRM പറഞ്ഞു. സർക്കാരിലെയും സ്വകാര്യ മേഖലയിലെയും സ്ത്രീ തൊഴിലാളികൾക്കായി ഒരു ദിവസത്തെ ആർത്തവ അവധി നൽകുമെന്ന ചരിത്രപരമായ പ്രഖ്യാപനവുമായി ഒഡീഷ. കട്ടക്കിൽ നടന്ന 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിലാണ് ഉപമുഖ്യമന്ത്രി പ്രവതി പരിദ സ്ത്രീകൾക്ക് ഒരു ദിവസത്തെ ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി പ്രഖ്യാപിച്ചത്. നയം പുറത്തിറക്കുന്ന 3ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. വനിതാ ജീവനക്കാർക്ക് ആദ്യത്തെയോ 2ാം ദിവസമോ ആർത്തവ അവധിയെടുക്കാമെന്നും അത് ഓപ്ഷണൽ ആയിരിക്കുമെന്നും വനിതാ ശിശു വികസന വകുപ്പിന്റെ ചുമതലയുള്ള പരിദ പറഞ്ഞു. ശമ്പളത്തോടു കൂടിയ ആർത്തവ അവധി നയം എന്ന ആശയം പരിഗണിക്കാൻ ജൂലൈ 8-ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം. 78ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ തരംഗയാത്രയിൽ VD സവർക്കറുടെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ച് ഗുജറാത്തിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ. പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ എത്തുകയും ഇത് വാക്കേറ്റത്തിന് കാരണമാവുകയും ചെയ്തു. വിദ്യാർത്ഥികളോട് സവർക്കറുടെ ചിത്രം പതിച്ച ടീഷർട്ടുകൾ ധരിക്കാൻ ആവശ്യപ്പെട്ടതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു. അധ്യാപകരുമായി വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് ഗുജറാത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് 1-ലധികം കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി 2024 ആഗസ്റ്റ് 17-ന് തിരുവനന്തപുരത്ത് പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിക്കുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ NDPREM പദ്ധതി പ്രകാരമാണ് ക്യാമ്പ്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ ഹാജരായി. കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിന്റെ ഭാഗമായാണ് ശ്രീറാം കോടതിയിൽ ഹാജരായത്. തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോൾ ശ്രീറാം ഹാജരാകാത്തതിനെ കോടതി വിമർശിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് 1ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരായത്. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ UAE-യിലെ എല്ലാ സ്റ്റോറുകളിലും ഇന്ത്യയുടെ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ചു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അമർനാഥ് വ്യാഴാഴ്ച അബുദാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉദ്ഘാടന ഇടപാട് നടത്തി. ഇന്ത്യൻ പ്രവാസികൾക്കും വിസിറ്റ് വിസയിൽ UAE-യിൽ എത്തുന്നവർക്കും റൂപേ കാർഡ് ഉപയോഗിച്ച് ലുലുവിന്റെ എല്ലാ സ്റ്റോറുകളിലും പേയ്മെന്റ് നടത്താവുന്നതാണ്. ആധുനിക വൈദ്യലോകത്തെ ഏറെ അമ്പരപ്പിക്കുന്ന എന്നാൽ അതിലധികം ആശങ്കയുയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 50 വയസ്സിൽ താഴെയുള്ളവരിൽ കൂടുതലായി ക്യാൻസർ ബാധ ഉണ്ടാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ ആഗോളതലത്തിൽ ക്യാൻസർ കണ്ടെത്തുന്ന 50 വയസ്സിൽ താഴെയുള്ളവരുടെ എണ്ണം 80% വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മിൽമയും പാലിന്റെ ലഭ്യതക്കുറവ് കാരണം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. ദിവസം 17 ലക്ഷം ലിറ്റർ പാൽ ആവശ്യമുള്ള മിൽമയ്ക്ക് 11 ലക്ഷം ലിറ്ററെ കേരളത്തിൽ നിന്ന് സംഭരിക്കാനാകുന്നുള്ളൂ. ബാക്കി പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. 6 മുതൽ 6.5 ലക്ഷം ലിറ്ററാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്.
കഴിഞ്ഞ വർഷം 12.5 ലക്ഷം മുതൽ 14 ലക്ഷം ലിറ്റർ വരെ പാൽ മിൽമ സംസ്ഥാനത്തു നിന്ന് സംഭരിച്ചിരുന്നു. പ്രതിദിനം 4 ലക്ഷം ലിറ്റർ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചത്. കർണാടക മിൽക്ക് ഫെഡറേഷൻ, തമിഴ്നാട് മിൽക്ക് ഫെഡറേഷൻ, മഹാരാഷ്ട്രയിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവിടങ്ങളിൽ നിന്നാണ് മിൽമ പാൽ വാങ്ങുന്നത്. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ 100 ദളിത് കുടുംബങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിച്ചു. പുതുക്കോട്ട ജില്ലയിലെ കുളവായ്പട്ടി ഗ്രാമത്തിലുള്ള ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം ദളിത് കുടുംബാംഗങ്ങൾ ദർശനം നടത്തിയത്. പിന്നോക്ക വിഭാഗക്കാർക്ക് വർഷങ്ങളായി ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. പലതവണ ദളിത് കുടുംബാംഗങ്ങൾ തങ്ങളുടെ ആഗ്രഹം അറിയിച്ചെങ്കിലും മേൽജാതിക്കാർ ഇവരെ അകറ്റി നിർത്തുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ജില്ലാ ഭരണകൂടവും ഗ്രാമസഭയിലെ മുഖ്യന്മാരും നിരന്തരം ഇടപെട്ട് ചർച്ച നടത്തിയ ശേഷമാണ് ദളിതർക്ക് ക്ഷേത്രപ്രവേശനത്തിനുള്ള അവസരം ഒരുങ്ങിയത്. മഹാത്മാഗാന്ധിയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജനം ടിവിക്കെതിരെ KSU DGPക്ക് പരാതി നൽകി. ഗാന്ധിയുടെ നേർക്ക് തോക്കു ചൂണ്ടുന്ന ചിത്രം ജനം TV പങ്കുവച്ചെന്നാണ് പരാതി. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചെന്നും പരാതിയിലുണ്ട്. ജനം ടിവിക്കെതിരെ കലാപാഹ്വാന കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമ്മനാണ് പരാതി നൽകിയത്. ജനം TV സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വിവാദ ചിത്രവും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഒരു നിയന്ത്രണവുമില്ലാതെ സ്പാം മെസ്സേജുകൾ അയച്ച് ഉപഭോക്താക്കളെ ശല്യം ചെയ്യുന്ന ടെലി മാർക്കറ്റിംഗ് കമ്പനികളെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ എല്ലാ ടെലികോം സേവനങ്ങളും റദ്ദാക്കാൻ ട്രായ് രാജ്യത്തെ ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. വയനാട് ദുരന്തത്തിൽ 231 പേർ മരിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഇതിൽ 178 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. തിരിച്ചറിയപ്പെടാത്ത 53 മൃതദേഹം ജില്ലാ ഭരണകൂടം സംസ്കരിച്ചു. വിവിധ ഇടങ്ങളിൽ നിന്നായി 212 ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. 128 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മേപ്പാടിയിലെ ആകെ നഷ്ടം 1200 കോടി രൂപയുടേതാണെന്നും സർക്കാർ വ്യക്തമാക്കി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM അനുകൂല സാമൂഹിക മാധ്യമങ്ങളിലെ അഡ്മിന്മാരുടെ വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കിയെന്ന് ആരോപണം ഉയരുന്നു. പോസ്റ്റ് ആദ്യം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ് രാമകൃഷ്ണനെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ട അമൽറാം, അമ്പാടിമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ്, പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. വിവാദത്തിൽ ചോദ്യം ചെയ്തവരുടെ മേൽവിലാസം രേഖപ്പെടുത്താതെയാണ് ഹൈക്കോടതിയിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പോലീസ് CPMുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ്. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് INTUC നടയറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി മധുര വിതരണവും നടത്തി. രാവിലെ 7 മണിക്ക് നടന്ന ചടങ്ങിൽ INTUC നടയറ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അക്ബർ ഷാ വർക്കല പതാക ഉയർത്തി. അർഷാദ് അധ്യക്ഷത വഹിച്ചു. ഷിബു താഹ, അൻസാർ H സനൂജ്, ഷാ നവാസ്, റാഷിദ്, നിബിൻ, സലീം, സുധീർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.